എൻ്റെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് PG BEd ആണ്. ഞാൻ പഠിച്ചത് എറണാകുളം സെൻറ് തെരേസസ് കോളേജിലാണ്. മഹാരാജാസ് കോളേജിൽ പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ഫാദർ സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് എറണാകുളം സെൻറ് തെരേസസ് കോളേജിലാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു എക്കണോമിക്സിൽ. PG എടുത്തു, നല്ല മാർക്കോടുകൂടി പാസ്സായി. അതിനുശേഷം ഞാൻ BEd എടുത്തു. BEd മൂവാറ്റുപുഴ സെൻറ്റ് മോഡൽ ഹൈസ്കൂളിലായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. അതിനുശേഷം ഞാൻ മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി പോസ്റ്റ് ഗ്രാജുവേഷൻ ഹിസ്റ്ററി ചെയ്തു. അതിനെനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ 3/4 ഭാഗത്തോളം ടീച്ചിങ് ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് എൻ്റെ പാഷനായിരുന്നു ഒരു ടീച്ചറാവുക എന്നുള്ളത്. എൻ്റെ ഫാമിലിയുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കുറേ സ്ട്രഗിൾസ് വന്നു, കുറേ ദുരിതപരമായിട്ടുള്ള അവസ്ഥകൾ വന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറേ പേരുടെ മരണങ്ങൾ നേരിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനൊക്കെ ഡെസ്പായി പോയി. ഈ സമയത്ത് ഞാനൊരു സോളിറ്റ്യൂഡ്, ഒരു ഏകാന്തതയിലൂടെ കടന്നുപോയി. ഈ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആണ് ആവശ്യപ്പെട്ടത്. ഞാൻ പണ്ട് മുതൽ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുമായിരുന്നു. എൻ്റെ ക്ലാസ്സുകൾ കുറച്ച് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചാനലിൽ പ്രവേശിച്ചത്. ചാനലിൽ വർക്ക് ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ ഫാമിലിക്ക് അതും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അങ്ങനെ പിന്നെ എൻ്റെ പാരൻസ് ആണ് കൂടുതൽ എതിർത്തത്. അപ്പോൾ പാരൻസിൻ്റെ മരണശേഷം ഞാൻ ചാനലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ യൂട്യൂബിൽ വളരെയധികം ആക്റ്റീവായി. പിന്നെ ഇൻസ്റ്റയിൽ വന്നു. ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കുറവാണ്. എന്നാൽ യൂട്യൂബിൽ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്. ക്ലാസ്സുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ എനിക്കിപ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷെ ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടുള്ളൂ. എന്നാൽ മാത്രം പോസിറ്റീവ് എനർജി നമ്മൾക്ക്, അതായത് ഹാപ്പി, സന്തോഷം നമ്മൾക്ക് നമ്മളിലേക്ക് വരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ കരഞ്ഞും വിലപിച്ചും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ അത് തന്നെയായിരിക്കും. എന്നാൽ പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴുണ്ടല്ലോ ഒരുപാട് ബ്ലെസ്സിങ്സ് വരും. കാരണം ഇന്ന് ഞാൻ സന്തോഷവതിയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് പരിസരത്ത് ഒത്തിരി കുട്ടികളുണ്ട് കേട്ടോ. അവരുടെ ശബ്ദമാണ് കേൾക്കുന്നത്. കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹമാണല്ലോ. ഓക്കെ എങ്കിൽ അപ്പം ഇതൊക്കെയാണ് എന്നെപ്പറ്റിയുള്ള ചെറിയ ഷോർട്ട് ഇൻഫർമേഷൻ. താങ്ക് യു.